അവിടെ ഗുരുവെ വിശേഷിപ്പിക്കുന്നു. ആരാണ് ഗുരു? എങ്ങനെയുള്ള ഗുരുവെയാണ് പ്രാപിക്കേണ്ടത്? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരും അഭിഗച്ഛേത്. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കണം. ഗുരും എന്നുള്ള ദ്വിതീയ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അന്വയിക്കണം. ശ്രോത്രിയം ഗുരും ബ്രഹ്മനിഷ്ഠം ഗുരും. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ വിധിവത് അധീത ശ്രുത, വിധിപ്രകാരം പഠിച്ചിട്ടുള്ളവൻ. അതായത് ഗുരുനാഥൻ അരികെ നിന്ന് പഠിച്ചിട്ടുള്ളവൻ. ആ ഗുരുവോ മറ്റൊരു ഗുരുവിൽ നിന്ന് പഠിച്ച ആളാണ്, അതോ മറ്റൊരു ഗുരുവിൽ നിന്ന്. അങ്ങനെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം. അങ്ങനെ വിധിപ്രകാരം ശാസ്ത്രാധ്യയനം ചെയ്തവനാണ് ശ്രോത്രിയൻ. ശ്രുതി ഒത്തവൻ, ശ്രുതിയോടൊത്തവൻ, വേണ്ടതുപോലെ വേദത്തിൻ്റെ താത്പര്യത്തെ ഗ്രഹിച്ചവൻ, അനേക ശാസ്ത്രങ്ങളെ പഠിച്ചവനാണ്. ശ്രോത്രിയനായിരിക്കണം ഗുരു. ചോദ്യം: ശ്രോത്രിയനായിട്ട് വരാം, അതിലേക്കൊക്കെ വരാം. ശ്രോത്രിയനായിട്ട് പ്രയോജനമുണ്ടോ? ചോദ്യം: ഇല്ല. കാരണം ശ്രോത്രിയൻ ശ്രോത്രിയന് നല്ലൊരു ടീച്ചറാവാം, ഒരു സംശയമില്ല. നല്ലൊരു ടീച്ചറാവാൻ സാധിക്കും ശ്രോത്രിയന്. പക്ഷേ വിരക്തനായി അക്ഷര സാക്ഷാത്കാരം ഇച്ഛിച്ചു പോകുന്ന സാധകന് വേണ്ടത് കൊടുക്കാൻ ശ്രോത്രിയന് കഴിഞ്ഞോളണമെന്നില്ല. തീർത്തും അക്കാഡമിക് തലത്തിൽ അങ്ങേയറ്റം ഉന്നതമായിട്ട് പഠിപ്പിക്കാൻ ശ്രോത്രിയന് കഴിയും. അതുകൊണ്ട് പറയുന്നു ശ്രോത്രിയനായ പോരാ, പിന്നെ എന്ത് വേണം? ബ്രഹ്മനിഷ്ഠനുമാകണം. ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി നിതരാം തിഷ്ഠതീതി ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മത്തിൽ തന്നെ അഭിന്നനായി കഴിയുന്നവനാണ്. താൻ ഉപദേശിക്കുന്ന പരമസത്യത്തിൽ അതിൽ കഴിയുന്നവനാണ്. അഭിന്നനായി കഴിയുന്നവൻ, അഭിന്നനാണ്, ഭേദരഹിതനാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധസാക്ഷാത്കാരത്തിൽ കഴിയുന്നവനാണ്. ഇവിടെ ചോദ്യം: ബ്രഹ്മനിഷ്ഠനായാൽ പോരെ, ശ്രോത്രിയനാവണോ? വേണം. കാരണം ഇവിടെ സ്വാനുഭൂതിയുടെ നിറവിലിരുന്ന് സംശയരഹിതമായി ആനന്ദമഗ്നനായിരിക്കുന്നു ബ്രഹ്മനിഷ്ഠൻ. അതിലാർക്കും സന്ദേഹമില്ല. പക്ഷെ മറ്റൊരാൾക്ക് ലക്ഷണയുക്തമായി പറഞ്ഞു കൊടുക്കാൻ ബ്രഹ്മനിഷ്ഠന് കഴിഞ്ഞോളണമെന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു വാക്യം ഇവിടെ അനുസന്ധേയമാണ്. ഒരാൾക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരു സൂചിയോ ഒരു കത്തിയോ ഒരു കയറോ എന്തെങ്കിലും ഒന്ന് മതിയാവും. പക്ഷേ പ്രബലനായ മറ്റൊരാളെ കൊല്ലാനോ ഒരു സൂചിയും കൊണ്ടൊരാളത്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കത്തിയും കൊണ്ടൊരാളെ, പ്രബലനായ ഒരാളെ കൊല്ലാൻ പോയാൽ എന്താ ഉണ്ടാവുക? അപ്പം അവിടെ പലവിധ ആയുധങ്ങൾ വേണം. അവനെ വരിഞ്ഞ് കേട്ടി വീഴ്ത്തി മുറിച്ച് കീറി കൊല്ലാൻ പലതും വേണ്ടി വരും. ഇതുപോലെയാണ് പ്രതിരോധിക്കുന്ന മനസ്സുള്ള ആൾക്ക് സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അനേക യുക്തികളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശ്രോത്രിയനായിരിക്കണം. ശ്രോത്രിയനായതുകൊണ്ട് കാര്യമില്ല, ബ്രഹ്മനിഷ്ഠനാകണം. കാരണം ശ്രോത്രിയൻ ടീച്ചർ മാത്രമാണ്. സ്വാനുഭൂതിയുടെ നിറവിൽ സംശയരഹിതമായി ബോധിപ്പിക്കാൻ ശ്രോത്രിയന് കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഗുരുവിൻ്റെ ലക്ഷണം പറയുന്നിടത്ത് ശ്രോത്രിയം
ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കണം എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് സന്ദേഹം വന്നേക്കാം, അങ്ങനെയാണെങ്കിൽ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കാതെ എത്രയോ മഹാപുരുഷന്മാർ തത്വവിജ്ഞാനികളായത് നമുക്കറിയാമല്ലോ. ഭഗവാൻ രമണ മഹർഷിയെ പോലുള്ള, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ പോലുള്ള. തീർച്ചയായിട്ടും അതിന് ശാസ്ത്രത്തിന് എന്താ പറയാനുള്ളത്? അസ്മിൻ ജന്മനി ജന്മാന്തരേ വാ, ഈ ജന്മത്തിലോ പൂർവജന്മത്തിലോ അഥവാ പൂർവജന്മങ്ങളിലോ സഞ്ചയിച്ച സംസ്കാരത്തോടു കൂടിയാണ് നമ്മളെല്ലാം വരുന്നത്. ശ്രവണ മനനജനിതമായ ആ ബോധത്തോടു കൂടി, അല്ലെങ്കിൽ ബോധ സംസ്കാരത്തോടു കൂടി ലേശം ഒരു വിഘ്നം, ആ വിഘ്നത്തോടു കൂടി വരുന്നവർക്ക് കേവലം തപസ്സുകൊണ്ടോ ഒരൊറ്റ ഉപദേശം കൊണ്ടോ ഒരു സ്പന്ദനം കൊണ്ടോ ആ ബോധം പ്രകാശിച്ചെന്ന് വരാം. പക്ഷെ അത് നമുക്ക് പൊതുസമൂഹത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് സാമാന്യ നിയമമാണ് ഈ പറയുന്നത്, വിശേഷമല്ല. സാമാന്യ നിയമം വിശേഷ നിയമം രണ്ടാണ്.